ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അത് നാളെ 14-ാം തീയതിത്തെ വീഡിയോ, 13-ാം തീയതിത്തെ വീഡിയോ ആണ്. പക്ഷെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം വൈകിയിട്ടുണ്ട്, ഓരോരോ തിരക്കുകൾ കാരണം. അപ്പോൾ അതാ ഞങ്ങൾ യാത്ര പോകാം കേട്ടോ. അതും ഞങ്ങൾ പോകണോ വേണ്ടതെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് അവസാനം എന്തായാലും പോവാം എന്ന് തീരുമാനിച്ചത് അന്ന് കാലത്താണ്. നമ്മൾ ശരിക്കും നേരത്തെ 11 മണി അവിടെ എത്തേണ്ടതായിരുന്നു. നമ്മൾ എത്തുമ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പോണ വേണ്ടതെന്ന് ഇങ്ങനെയുള്ള ആലോചന തന്നെയായിരുന്നു. കാരണം ഫാമിലി ആയിട്ടാണ് നമ്മൾ എപ്പോൾ എവിടേക്കായാലും പോവാറ്. പ്രാവശ്യം അങ്ങനെ ഒറ്റയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു മടി. അങ്ങനെ അതാ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ റെഡി ആവാൻ നോക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ വിളിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചു. നമുക്ക് റെഡി ആവാൻ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോഴേക്കും എന്താ നമ്മളെ കാത്തുങ്ങനെ മെല്ലെ മെല്ലെ ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവളെ എഴുന്നേറ്റ് ഇനി നമ്മളടുത്ത് വേണം, ഇല്ലെങ്കിൽ അവൾ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അവളെ അടുത്തേക്ക് പോയി. അവൾക്ക് എപ്പോഴും കണ്ണ് തുറക്കുമ്പോൾ എന്നെ കണ്ടാൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഞാൻ വർക്കിന് പോയി എന്ന് പേടിച്ചിട്ടാവാം. അവൾ എഴുന്നേൽക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അവൾ ഇങ്ങനെ കിണുങ്ങി നിൽക്കും, കുറേ നേരം പിണങ്ങിയിട്ടൊക്കെ ഇരിക്കും. ഇപ്പം എന്നെ കണ്ടിട്ട് തന്നെ കണ്ട കുളിക്കാൻ വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടിയിൽ കിടക്കുകയാണ്. അവളൊന്ന് ഓക്കെ ആവും, കുറച്ച് ടൈം എടുക്കും. അതുവരെയ്ക്കും നമ്മൾ അവൾ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം. അല്ല നമ്മൾ ചീത്ത പറഞ്ഞാൽ പിന്നെ അവൾ കിടക്കുന്നത് അരമണിക്കൂറുള്ളത് 1 മണിക്കൂറാക്കി മാറ്റിട്ട് അവൾ ആ വാശിയിൽ അവിടെ കിടക്കും. അപ്പോൾ ഞാനവളിങ്ങനെ കൊഞ്ചിച്ച് സ്നേഹിച്ചിരിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉണർന്ന് വരുമ്പോൾ അവർക്കൊരു പ്രത്യേക സ്നേഹമായിരിക്കും നമ്മളോട്. അപ്പോൾ ഞാനും ആളെ റിട്ടേൺ അതേപോലെ എന്നെ കൊഞ്ചിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിരിക്കും കേട്ടോ. അങ്ങനെ കാത്തിൻ്റെ ഏട്ടനെല്ലാം ഏൽപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ വീണ്ടും എൻ്റെ റെഡി ആവലൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടനോട് ഞാൻ പറഞ്ഞു അവളെ പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുപോയോ എന്നിട്ട് ഞാൻ നന്നായിട്ട് അധികം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഇഷ്ടമാട്ടോ. അപ്പോൾ പറഞ്ഞു ആദ്യമായിട്ടാണ് അമ്പലത്തേക്ക് ഇത്രയും മേക്കപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ വേറെ ആരും കാണാത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ ഇതേപോലെ ഇടാത്തോണ്ടായിരിക്കും. ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ ഞാൻ കാണാറുണ്ട് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ അമ്പലത്തിൽ ചെയ്യുന്ന ആൾക്കാരെ. അതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനും മേക്കപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോവുക. അതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്. അതിൽ നമുക്ക് മറ്റൊരാൾക്ക് ഇടപെടാനോ അഭിപ്രായം പറയാനോ ഉള്ള അധികാരമില്ല. പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ട് അതേപോലെ ഞങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് പറയണവർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തതിനുള്ള മറുപടി നമ്മളും തരും. നിങ്ങൾക്ക് പറയാനുള്ള അതേ അധികാരം ഞങ്ങൾക്കുണ്ട് റിട്ടേൺ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. ഇതുവരെയ്ക്കും എന്നോട് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഭർത്താവോ എൻ്റെ അമ്മയോ അച്ഛനോ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഞാൻ ആകെ ഒരു 3-4 ആൾക്കാരുടെ വാക്ക് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അല്ല, ഒന്ന് എൻ്റെ ഏട്ടൻ്റെ ആണ്, അതേപോലെ എൻ്റെ അച്ഛനും അമ്മ. കുറച്ചുകൂടി വലുതായിട്ട് നല്ലതാണെങ്കിൽ നമ്മളെ കാത്തു. അവൾക്ക് കാര്യം പറയാം, അമ്മ അത് വേണ്ട എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണെങ്കിൽ ഞാൻ അവളുടെ വാക്ക് കേൾക്കും. അത് എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്ക് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. അല്ലാതെ നാട്ടിലെ മൊത്തം വാക്ക് ഞാൻ കേൾക്കില്ല. അല്ലെങ്കിൽ കുറച്ച് അത്രയും അടുത്തുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരും എന്നോട് എൻ്റെ നല്ലതിനും പൊട്ടയ്ക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ അത് എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ അതും കേൾക്കാറുണ്ട് കേട്ടോ. കാരണം അതൊക്കെ ഞാൻ സ്നേഹിക്കുന്ന ഒരിടത്ത് മാത്രം ഞാൻ കാണിക്കാറില്ല, അല്ലാതെ എല്ലാവരുടെ അടുത്തും ഞാൻ ആ ഒരു രീതിക്കൊന്നും നിൽക്കാറില്ല. നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പലരും പറയും ചേച്ചി ഇതിങ്ങനെ ചെയ്യല്ല, അത് ശരിയല്ല, ഉണ്ണീനെ അങ്ങനെ നോക്കല്ലേ. ഓക്കെ, ഞാനതൊക്കെ തിരുത്തി ഞാൻ നല്ലപോലെ ചെയ്യാറുണ്ട്. മൊത്തത്തിൽ നമുക്ക് കേൾക്കുന്ന വെച്ചാൽ നടക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുഞ്ഞേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു യാത്രയിലാണ്. ആ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് പോയാലോ. പോയിട്ട് പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോയതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ വീടായിരിക്കും ബൈക്കിലും, അവിടെ നിന്നാണ് കാറിലായിട്ട് നമ്മൾ യാത്ര. അങ്ങനെ വീട്ടിൽ നിന്ന് കാറെല്ലാം എടുത്ത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കുറച്ചെത്തുമ്പോഴേക്കും നമ്മളെ കാത്തുമിക്ക് വിശക്കുന്നുണ്ടെന്നുള്ള അലമ്പ് തുടങ്ങി. അതൊക്കെ വീണ്ടും പുറത്തിറങ്ങി അപ്പോൾ ഫുഡ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ കയറി വെള്ളയപ്പവും ചിക്കൻ കറിയും പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുഡ് കണ്ടാൽ പിന്നെ നമ്മളെ തന്നെ മറക്കും. അങ്ങനെ നമ്മൾ വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ സ്നേഹവും തല്ലൂട്ടും അയ്യോ അടിയും പിടിക്കുന്നതായിരുന്നു. എളുപ്പമല്ലാട്ടെ പിള്ളേരും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ ഇരുന്ന് കളിച്ചൊക്കെ ഇരിക്കും. നമ്മൾ 3 ആളാകുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോൾ ഏട്ടൻ കളിക്കാൻ വേണം. ഏട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ അവളെ കൂടെ കളിക്കുക, അതിനടി ഉണ്ടാക്കും. എപ്പോഴും അടി തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തുടങ്ങിയ യാത്ര ഇപ്പം എത്ര മണി? 4 മണിയായിട്ട്. നല്ല ബ്ലോക്ക് കിട്ടിയിരുന്നു. എന്താ കാര്യം അറിയില്ല, നല്ല ബ്ലോക്ക്.
വൃത്തിയായിട്ട ബ്ലോക്ക്. ഇങ്ങനെ അഴഞ്ഞിട്ട് കൊണ്ടുപോയത് പോസ്റ്റ് അടിച്ച് പ്രാന്തായിട്ടുണ്ട്. തൃശ്ശൂര് മുതൽ തുടങ്ങിയ ബ്ലോക്കാ. കേച്ചേരി തൊട്ട് തുടങ്ങിയ ബ്ലോക്കാ. കേച്ചേരി മുതൽ നിരങ്ങി ഞങ്ങൾ എത്തണം. അയ്യോ എന്താ പറയാ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ കാത്തുമ്പോ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ല. പിന്നെ ഇപ്പൊ കാത്തുമ്മക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും അവിടെ ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചെറിയ ബേക്കറി കിട്ടിയപ്പോ അവിടെ കയറി ഞങ്ങൾ മിഠായും കേക്കും സാധനമൊക്കെ മേടിച്ചു. അതൊക്കെ ഇരുന്ന് കഴിച്ചല്ലോ. എത്തുവോ പാപ്പ് കഴിച്ചു. ഇപ്പൊ വേറെ ഫുള്ളായില്ലേ? വിശപ്പ് അറിയാ. അമ്മോട് പറഞ്ഞ കാത്തുവാ കുശുമ്പ് വേണ്ട അമ്മ. കുശുമ്പെന്നല്ല വേറെ പറയണ്. പറഞ്ഞു കൊടുക്കാത്ത കുശുമ്പ്. നമ്മള് 5:45 നമ്മള് അവിടെ എത്തൂട്ടാ. അവിടെ എത്തി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ. ഞാനും കാത്തും ഭയങ്കര ക്ഷീണായി. എനിക്ക് കാത്തും ഭയങ്കര ക്ഷീണായി. കുറുമ്പ് കാണിച്ചിട്ട് വായ അടിച്ചിട്ട് ഉറങ്ങുന്നല്ലേ. എന്നെ കാത്തു ഇറങ്ങില്ല. അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. മിഠായി പോയി താഴത്തെത്തി. വായത്ത തീർന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തുനിന്ന് എടുക്കാട്ടാ. ഏട്ടനും ഒരു ക്ഷീണില്ല. ഏട്ടൻ നോക്കിയ കേറിയപ്പോ ഉള്ള അതേ ലുക്കില് ഏട്ടൻ ഇരിക്കണ. എനിക്ക് കാത്തിന് ക്ഷീണായില്ല. കാത്തുന് ഇങ്ങനെ കുറുമ്പ് കാണിച്ചിട്ടാന്ന് പറയാം. എനിക്കാണെങ്കിൽ ഒരു കുറുമ്പും കാണിക്കാതെ എനിക്ക് ക്ഷീണം വരും. നമ്മളെങ്ങടെ പോണെന്നാ അപ്പൊ ഞാൻ കാണിച്ചിട്ടാ വീട്ടിലേക്ക്. വീട്ടിലേക്കല്ല വെള്ളത്തില് കളിക്കാൻ. ഇവൾക്ക് ഇത് അറിയാം. എന്നാലും ഓരോ 10 മിനിറ്റ് കൂടുമ്പോ എന്നോട് ചോദിക്കും അമ്മ നമ്മളെങ്ങോട്ടാ പോണ്. ഞാൻ വീട്ടിലേക്ക് പോണ്. അല്ല വെള്ളത്തില് കളിക്കാൻ. എങ്ങനെ കളിക്കാൻ. കുട്ടിക്ക് ട്രിപ്പ് പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ട്രിപ്പ് പോകുമ്പോ ഒരുപാട് രസമൊന്നും പാടില്ല കേട്ടോ. നല്ല ഫ്രീ ആയിരിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ട്രൗസറും പാമ്പേഴ്സും ബനിയനും ഉണ്ടായിരുന്നു. പിന്നെ പകുതി എത്തുമ്പോ ബനി ഊരിട്ട് ട്രൗസറും പാമ്പേഴ്സും മാത്രമേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ബനിയനും ട്രൗസറും ഊരിട്ട് പാമ്പേഴ്സും മാത്രമായിരുന്നു. ഇപ്പൊ ബനിയനും കൂടി കേറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അമ്പലനും കാത്തുമ്മയ്ക്കും പാമ്പേഴ്സ് നിർത്താനുള്ള ടൈം ആയിരുന്നു പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ ഭയങ്കര കുറവ് തന്നെയാണ് പാമ്പേഴ്സ് ഇടിക്കലൊക്കെ. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടിക്കും. കാരണം നമുക്ക് ചില ബ്ലോക്കിന്റെ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട് എന്ന് പറയാൻ ലാസ്റ്റ് നിമിഷമായിരിക്കും. അതായത് നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. പിന്നെ വണ്ടിയിൽ മൊത്തം നദിക്കും. അപ്പൊ അന്നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാമല്ലോ. അവൾക്ക് പറയാറേട്ടാ നിങ്ങളെ കുട്ടീനെ ബാത്റൂം കൊണ്ട് ഇരുത്താൻ പഠിപ്പിക്കുക. അവളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവൾക്ക് എല്ലാം അറിയാം. അവൾക്ക് ബാത്റൂം മുട്ടിയാലും മൂത്രമൊഴിക്കാൻ മുട്ടിയാലും അവൾ കറക്റ്റ് ആയിട്ട് വന്ന് പറയും. ഇനി നമ്മൾ ബാത്റൂം തുറന്നിട്ട് കൊടുത്തിട്ടാണെങ്കിൽ ആരോടും പറയാൻ തന്നെ നിൽക്കില്ല. അവള് പോയി ഒഴിച്ചിട്ട് പോരും കേട്ടോ. അല്ലാത്തോ ബാത്റൂം പോകുമ്പോൾ മാത്രമാണ് ക്ലോസറ്റിൽ ഇരിക്കാൻ വേണ്ടിട്ട് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ അവള് വിളിക്കുക പോലില്ല. അവള് പോയിട്ട് ഒഴിച്ചിട്ട് പോരും. അവിടെ കപ്പുണ്ട്. ബക്കറ്റ് ഇല്ല, കപ്പുണ്ട്. കപ്പ് കൊണ്ട് വെള്ളം എടുത്ത് കോരി ഒഴിക്കും. അല്ലെങ്കിൽ ഫ്ലഷ് വെച്ചിട്ട് വെള്ളം കൊണ്ട് അവിടെ പൂക്കൾ ഇട്ട് വയ്ക്കും. വേണേ ആള് വരെ കഴുകി തരും അവള് നമുക്ക്. അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്തു തരും. ലാത്തുവാ എങ്ങോട്ട് നിരങ്ങി ഓ കണ്ണട വെച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ. യോ യോ പറ. എങ്ങനെ കൈ കൊണ്ട് പിടിക്കുക? യോ 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 കൈ എങ്ങനെ പുതിയ തറയോ ആണല്ലോ. അങ്ങനെയല്ലല്ലോ അപ്പൊ പറഞ്ഞേ. ഇങ്ങനെ വെച്ചില്ലേ നമ്മള്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടോ. അവിടെ യുദ്ധാണ് ഈ യുദ്ധം. പിന്നെ ഞാനൊരിക്കൽ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അങ്ങോട്ട്. ഗൂഗിളിൽ മാപ്പ് ഇട്ടിട്ട് പോകുമ്പോ പിന്നെ പറഞ്ഞേ വേണ്ടല്ല. വേണം വേണം ഞാൻ പറയല്ലേ. അപ്പൊ എന്തായാലും ഞാൻ എത്തിയിട്ട് കാണാട്ടോ. ഈ ഒരു പ്രാവശ്യത്തെ യാത്ര ഞങ്ങൾ വാഗമൺ എത്താൻ 7.5 മണിക്കൂർ എടുത്തു. കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയ റിസോർട്ടിലെത്തി. ഇനി ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ റൂമിലേക്ക് കയറാം. നമ്മളെവിടെ എത്തി? ഇഷ്ടായോ? സൂപ്പർ
കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇവിടെ 3 ഉള്ളത്, അതിൽ ഏതോ ഒന്നാട്ടെ നമ്മളെ റൂം. കാത്തൊരു ഇഷ്ടപ്പെട്ടു ഇല്ലേ? ഞാൻ റൂം എത്തിയത് റൂം ടൂറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഹോള് പോലെയുണ്ട്. പിന്നെ മേളിലേക്ക് റൂം, എൻ്റെ സ്റ്റെപ്പാടാണ് കാണുന്നത്. പിന്നെ ഇതാണ് നമ്മളെ റൂം. അപ്പോൾ നമ്മളൊക്കെ അതുമ്പോൾ ടി വി വയ്ക്കുന്നുണ്ടൊക്കെ അലമ്പുണ്ടാക്കുന്നുണ്ട്. ഇവിടെ മേശയുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അവർ ഫുഡ് റൂമിലേക്ക് കൊണ്ട് കൊടുക്കണില്ല എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ബാത്റൂം ഞാൻ കാണിച്ചില്ല. പിന്നെ നമുക്ക് പ്രൈവറ്റ് പൂള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കാണ്ട് ആ ഡോർ തുറന്നോട്ട് നമ്മളെ കാത്തുമ്മ കണ്ടു. പിന്നെ കാത്തുമ്മ ഒരു മിനിറ്റ് നിന്നില്ല, അവൾക്ക് വെള്ളത്തിൽ കളിക്കണം എന്നിട്ട് അലമ്പുണ്ടാക്കി. ഞങ്ങൾ വേഗം ഡ്രസ്സെല്ലാം മാറി കുറച്ച് നേരം എന്നാൽ പിന്നെ പൂളിൽ കളിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാത്തമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവൾ സിമ്പിളായിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ റിങ് നമ്മൾ മേടിച്ചത് തന്നെയായിരുന്നു. ഞാൻ ഇതേപോലെ മുന്നേ ഒരിക്കൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ അവളെ ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മേടിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളതിലേക്ക് നമ്മളെ കാത്തുമ്മനെ ഇറക്കി ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴേ നമ്മൾ പൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് അടിച്ച് പൊളിക്കാനൊന്നിനും പറ്റില്ല. ഇതാണെങ്കിൽ പിന്നെ നമ്മൾ പിടിക്കൊന്നും വേണ്ടല്ലോ, അവരവിടെ ഫ്രീ ആയിട്ടിരുന്ന് കളിക്കും, കൂടെ നമുക്കും കളിക്കാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പോകണം, എനിക്ക് ഡ്രസ്സ് ആയി എന്നിട്ട് ഏട്ടൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഏട്ടനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാട്ടാ. കാത്തുമ്മക്ക് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളടുത്തുനിന്ന് ഇങ്ങനെ ഇപ്പോഴൊന്നും മാറുന്നില്ല. കുറച്ച് ഇപ്പോൾ ഉള്ള പേടിയൊക്കെ മാറിയിട്ടാ. ആദ്യത്തെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു, കണ്ട അവൾ പിടിച്ച് നിൽക്കുക കേട്ടാ. അങ്ങനെ ഞാനും വളരെ ചെന്ന് എനിക്കും ചെറിയ പേടി ഉണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ചെറിയ ഇങ്ങനെ ചുങ്ങിയിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോവോ എന്നുള്ള പേടിന് ഒരുപാടായിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മളെ മക്കളെ കേസിൽ ചെറിയ പേടി കൂടുതലാണല്ലോ. അങ്ങനെ ഏട്ടനും ഇറങ്ങിയിട്ട് നിൽക്കണം കണ്ടറിയാൻ ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങാനുള്ള ആഗ്രഹം കൂടി. അങ്ങനെ ഞാനും പതുക്കെ ഓരോരോ സ്റ്റെപ്പായിട്ട് വെച്ച് മെല്ലെ ഇറങ്ങുകയാണ്. എനിക്കെന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാൾക്കാർക്ക് വെറും ഇത്രയും തണുത്ത വെള്ളത്തിലേക്കൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. കാത്തുമ്മനെ പിന്നെ ഇടയ്ക്ക് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട്. ഞാൻ തീരെ പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല. എൻ്റെ വീട്ടിൽ ആരും കുളിക്കാറില്ല. എൻ്റെ വീട്ടിലെല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞും പച്ചവെള്ളത്തിൽ കുളിക്കും, വേറെ ആരും കുളിക്കാറില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ പൂളിൽ ഇറങ്ങാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സഹിച്ച് പിടിച്ചിറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അടക്കി നിന്നിങ്ങനെ കളിച്ചു. ഒരുപാട് നേരമൊന്നും കളിക്കാൻ പറ്റിയില്ല, കാരണം തണുപ്പിന് കൂടി വന്നു കിട്ടാ. അപ്പം ഞാൻ എൻ്റെ കൈമുക്ക വേണ്ട പറയും പണ്ടാറാണ് കൈമുക്കിലിട്ട് ഒടുക്കത്തെ തണുപ്പാണ്. അങ്ങനെ ഒന്ന് ഇറങ്ങി നിന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല, നിൽക്കണ വരയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ആകെ ഇത്രയും നനഞ്ഞല്ലോ, ഇതിനും കൂടുതലൊന്നും ഞാൻ മുങ്ങാൻ നിന്നില്ല. സാധാരണ ഞാൻ പൂളിലെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ തല മുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് ബോധം വെച്ചത്, പക്ഷേ അങ്ങനെ മുടി നാശമാവും, മുടി കൊഴിയും, ഇത്ര നല്ല വെള്ളങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ തലയൊന്നും മുക്കാറില്ല, ഇങ്ങനെ വെറുതെ നിന്ന് കളിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. പണ്ട് പൂള് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്ത, പൂളാണെങ്കിലും കൊള്ളാണെങ്കിലും. അപ്പം അതിൽ കുറേ നേരം ഇരിക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറച്ചേരം കളിക്കുമ്പോൾ നമുക്ക് മതിയാവും, നമുക്ക് മെല്ലെ എഴുന്നേക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളെ മക്കൾ സമ്മതിക്കില്ല. നമ്മളന്നത്തെ ഭ്രാന്തകൾ ഇപ്പോൾ അവർക്കുണ്ടല്ലോ. പിന്നെ കുറേ നേരത്തെ കളികൾക്ക് ശേഷം നമ്മൾ മെല്ലെ എഴുന്നേറ്റ് പോയി ഒന്ന് മേലൊക്കെ നനച്ചിട്ട് ഒന്ന് പുറത്തേക്ക് നടക്കിറങ്ങിയതാണ്. ഇപ്പോഴൊക്കെ തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാത്തുമ്മ ഞാൻ കുറേ വട്ടം പറഞ്ഞു വായു അമ്മ എടുക്കുക എന്നുള്ള സമ്മതിക്കുന്നില്ല. അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങണം, ഒറ്റയ്ക്ക് നടക്കണം എന്നൊക്കെയുള്ള ചിന്തയുള്ള ഒരാളാണ്. പിന്നെ നമ്മളിന്ന് കുനാഫ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്കറി കയറിയപ്പോൾ. അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചോക്ലേറ്റാണ്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. അത് കഴിയുമ്പോൾ നമ്മളെ ഫുഡ് എത്തി. അവർ ഫുഡ് കൊണ്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഉണ്ണിനും കൊണ്ട് അവിടേക്ക് വരിക ചെളുപ്പല്ലേ ഈ നേരത്ത്, നമുക്ക് എന്തെങ്കിലും കൊടുന്നായി എന്നിട്ട് ഒരു ഫുഡൊക്കെ നമുക്ക് കൊടുന്നു തന്നു കിട്ടാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത് ചിക്കൻ ടിക്കയാണ്, പക്ഷെ എത്തിയത് അൽഫാമും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു. കുഴപ്പമില്ല, അത്ര ടേസ്റ്റ് ഒന്നും പറയില്ല, കാരണം ഫ്രൈഡ് റൈസിൻ്റെ റൈസൊക്കെ ഭയങ്കര മാവ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മളപ്പോൾ തന്നെ അവരോട് പറയുകയും ചെയ്തു, ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഒന്നും അത്ര ശരിയല്ല, ടേസ്റ്റില്ല. ഇത് ഞാൻ അപ്പം തന്നെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഫാം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. പിന്നെ അത് ഇത്രയും തണുപ്പാണല്ലോ ഇവിടെ, അതിൻ്റെ ആയിരിക്കും. പക്ഷേ ഫ്രൈഡ് റൈസ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. നമ്മളെ കാത്തുമ്മ തന്നെയാണ് ഫ്രൈഡ് റൈസ് കഴിച്ചത്. ഞാനും ഏട്ടനും അൽഫാം മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. റൈസ് അധികം കഴിക്കാൻ നിന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്.
എനിക്ക് ഏട്ടനും ഇങ്ങനെ ചില ഫുഡുകളും മാത്രമേ ഓക്കെ ഉള്ളൂ. ഓക്കെ അല്ലാത്ത ഫുഡ് ഞാനും ഏട്ടനും എത്ര വെച്ചിരുന്നാലും കഴിക്കില്ല. അങ്ങനത്തെ സൗണ്ട് അവൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്, കൂടെ ഞാനും എന്നെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ റൈസ് കാണിച്ചിരിയാണ് ടേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അൽഫാം ഓക്കെ എന്നൊക്കെയാണ് ഏട്ടൻ പറയുന്നത്. പക്ഷേ ടി വി അപ്പുറത്ത് വെച്ച് ഏട്ടൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാട്ടെ ഞാൻ ഡബ് ചെയ്യാൻ കാരണം. അങ്ങനെ കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വേഗം കിടന്നുറങ്ങിയിട്ടാണ്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കാത്തുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എഴുന്നേക്കാൻ ഒന്നിനും പറ്റിയില്ല. അങ്ങനെ അതാ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നിട്ട് അതും കാത്തുമ്മ മിഠായി എടുത്തിട്ടാണ് കഴിക്കുന്നത്. അവൾക്ക് എഴുന്നേറ്റ് അപ്പം തന്നെ വിശക്കൂട്ടാ. പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് മേലൊക്കെ നനച്ചതിന് ശേഷം ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ച് വന്നപ്പോഴാണ് നമ്മളെ ഏട്ടൻ എനിക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നത്. ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരിക്കും ഈ വാഗമൺ ട്രിപ്പ്, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ റൂമിൻ്റെ മേളിൽ തന്നെ വേറെ റൂമുണ്ടെന്ന്, അവിടെ ഇത് സെറ്റ് ചെയ്യിപ്പിക്കാട്ടോ ഏട്ടൻ ചെയ്തത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നേരത്തിൻ്റെ ഉള്ളിൽ കേൾക്കാൻ ഭയങ്കര സന്തോഷം തോന്നി. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതല്ലേ. ഇതിനെക്കുറിച്ചൊന്നും ഒരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില ടൈമിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മളോട് ഒരു വിവരം തരില്ല, മെയിൻറ്റ് പോലും ചെയ്യില്ല വാലൻറ്റൈൻസ് ഡേ ഒന്നും. അപ്പോൾ എനിക്ക് ആ സന്തോഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കെട്ടിപ്പിടിക്കുകയാണ്. ഇതിനെനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴും കെട്ടിപ്പിടുത്ത ഉമ്മ തന്നെയെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി, ഞാൻ അപ്പാനെ കെട്ടിപ്പിടിക്കും. അതേപോലെ വേറെ വന്ന കമൻറ്റാണ് എല്ലാം പ്രമോഷനല്ലേന്ന്. ഓക്കെ, ആ ഗിഫ്റ്റ് ആമ്പറും ബൊക്കയും പ്രമോഷനാണ്. ആ ഡയമണ്ടിൻ്റെ വള ആരെ പ്രമോഷൻ തന്നതെന്നൊന്ന് പറയൂ. അതെന്തായാലും പ്രമോഷനായിരിക്കില്ലല്ലോ. അതേപോലെ ഈ മയക്കും ഇത് രണ്ടും എൻ്റെ കെട്ടിയും കാശ് കൊടുത്ത് മേടിച്ചതാട്ടാ. പിന്നെ കമൻറ്റ് തന്നാണ് എന്താ അവളെ കാശ് കൊണ്ട് നിങ്ങൾ മേടിച്ചില്ലേന്ന്. എന്താ അവളെ കാശ്, എൻ്റെ കാശ് കൊണ്ട് എല്ലാം മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാനായാലും അവനായാലും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ ഭർത്താവ് മാത്രം ജോലിക്ക് പോകുക ഭാര്യ വീട്ടിലിരിക്കുകയെന്നല്ല, ഞങ്ങൾ എന്തൊരു ജോലി ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു 2-3 ബിസിനസ് മീൻസ് എൻ്റെ വർക്ക്, യൂട്യൂബ് ചാനൽ, അതുപോലെ ഞങ്ങൾക്ക് വേറെ ബിസിനസ്. ഇത് 3 ഞങ്ങൾ 2 ആളും കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ ഒരാളിൽ പണിയെടുക്കുക മറ്റാൾ വെറുതെ ഇരിക്കുന്ന പരിപാടി ഞങ്ങളിലില്ല. ഞങ്ങളെല്ലാം 1 രൂപയാണെങ്കിൽ പോലും ഞങ്ങൾ 2 ആളെയും പൈസ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി, താങ്ക് യു. വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റിന് പ്രതീക്ഷിച്ചിരുന്ന ഇല്ല, നീ ഇങ്ങോട്ട് തന്നെ കൊടുന്നപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. അത്രയ്ക്ക് അങ്ങോട്ട് വാ അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ല. അതിന് കൂടുതൽ ഗിഫ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ഇവിടെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ അങ്ങനത്തൊന്നും ചിന്തിക്കാത്തത്. പക്ഷെ അവ ഇവിടേക്ക് വരുത്തിച്ചു. എന്താ ചെയ്യാ. താങ്ക് യു. ഇപ്പൊ അവൾക്ക് കൊടുത്ത മൈക്കാലാണ് കേട്ടോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ലൊരു മൈക്ക് മേടിക്കണമെന്ന്. ഇങ്ങനെ നമ്മൾ കാശ് ഇത്ര റേറ്റ് കാണുമ്പോൾ ഞാൻ മേടിക്കില്ല. ഞാൻ കാശ് കണ്ടെങ്കിൽ ഒരു സാധനം മേടിക്കില്ല. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യും. വല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ സാധനം മൈക്ക് മേടിക്കും. 2 മൈക്ക് വീട്ടിലിരിക്കുന്നു. അത് പക്ഷേ ഒരു കാര്യമില്ല, നമുക്ക് വോയിസ് കട്ടാവുക, പുറത്തെ വോയിസ് എല്ലാം കേൾക്കുക, അങ്ങനെയാട്ടാ. അങ്ങനെ ഞാൻ അതൊന്നും യൂസ് ചെയ്തു. ഞാൻ നോർമലായിട്ട് വീഡിയോ ഫുള്ളും എടുക്കുന്നു, ഡബ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഈ മൈക്ക് സെറ്റാണ്. ഞാൻ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ എനിക്കത് മേടിക്കണം എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ കാശ് കൊടുക്കും ഞാൻ മേടിക്കില്ല. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്താലും ഇവന് വലിയൊരു ആഗ്രഹം ചെയ്യുന്നത് മേടിക്കണമെന്ന്. എന്നോട് പറഞ്ഞിട്ട് ഇവനും മേടിക്കാൻ പറ്റില്ലെന്ന് ഇവനും അറിയാം, അല്ലേ? തീർച്ചയായിട്ടും. അതോടുകൂടി ഞാൻ മേടിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് വേണ്ടി മാത്രം മേടിച്ചുള്ള ഗിഫ്റ്റ് ആട്ടാ. തീർച്ചയായിട്ടും. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കാ അല്ല ആനിവേഴ്സറിക്കല്ല, ഫസ്റ്റത്തെ രണ്ടാമത്തെ നമ്മൾ മണാലി പോയി. ഫസ്റ്റത്തെ ആനിവേഴ്സറിക്കും എനിക്ക് ഇതേപോലെ ഒരു വള്ളം എടുത്തരികയാണ് ചെയ്തത്. ഈ പ്രാവശ്യം വള്ളം ഞാൻ അമ്മേനെ കാണിച്ചെടുക്കേണ്ടി കുറേ വട്ടം വിളിച്ചു, എടുത്തില്ല അവരാരും. കുഞ്ഞേ എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട കുട്ടി കിട്ടാതെ. അപ്പോൾ ഇതെനിക്ക് വേണമെന്നിട്ടാണ് ബൈക്ക് അവള് മേടിച്ചത്. ചെരുപ്പ് ഉണ്ട് പക്ഷെ ഇടില്ല അവള്. നടക്കണ നോക്കിയ മണ്ണില് പിന്നെ നമ്മൾ മെല്ലെ താഴത്തേക്ക് നടന്നാട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്പോൾ ഒന്ന് വീണോട് എൻ്റെ മൈൻഡ് മൊത്തത്തിലാണ്ട് കട്ടായപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അതാ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഫുൾ റെഡി ആക്കിയിട്ടുണ്ട്. കാത്തുമ്പോൾ അതാ അവിടെ അവളെ ലൈസും സാധനം എടുക്കണം, പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടാ പോവാ.
തിരിച്ചു പോകുമ്പോൾ വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ നമ്മൾ കുണുക്കൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളൊരു ഗിഫ്റ്റ് മേടിക്കാനും കൂടി ആയിട്ടാണ് നമ്മൾ പോണേ കേട്ടോ. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് എവിടെ നിന്ന് മേടിക്കും എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമിങ്ങനെ ഓരോരോ കുറുമ്പ് കാണിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് വീണേൻ്റെ വലിയ ബുദ്ധിമുട്ടോ കരച്ചിലൊന്നുമില്ല കേട്ടോ. അവൾ ഓക്കെയാണ്. ഞാനൊന്ന് പേടിച്ചൊന്നും മാത്രം. അങ്ങനെ ഞാനൊരു മിഠായി ചോദിച്ചപ്പോൾ രണ്ടാളും ഒരേപോലെയാണ് എനിക്ക് വായിൽ വെച്ച് തരുന്നത്. ഇത്ര സ്നേഹമുള്ള ഭർത്താവിനും മോളിന് വേറെ എവിടെ നിന്ന് കിട്ടുവച്ചു തരാം. എനിക്കാണെങ്കിൽ നാരങ്ങ മിഠായി അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചാണ്. പക്ഷെ 2 മിഠായിയാണ് എൻ്റെ വായിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ കുണുക്കൻ്റെ ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ ഈ ഷോപ്പിലേക്കാണ് എത്തിയത്. അവൻ പറഞ്ഞു ഇങ്ങനത്തെ ഷൂ ഒക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കളറിലെങ്കിൽ ഇതാ ഇഷ്ടമായതെങ്കിലും ഇത് പക്ഷെ പറഞ്ഞത് കാര്യമില്ല, ഇത് വെറുതെയാണ്. ഇങ്ങനത്തെ മേടിക്കാനും കുറേ വർഷത്തെ ഈട് നിൽക്കുകയും ചെയ്യും, ഒന്നുകൂടി നല്ലതാണെന്ന് പറഞ്ഞു. കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നന്നായി യൂസ് ചെയ്യാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നുകൂടി നല്ലതാണ് നമ്മൾ മേടിച്ചത്. കാരണം ഇത് എപ്പോഴും മേടിക്കുമ്പോൾ നല്ലതാണെങ്കിലല്ലേ അവന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏട്ടൻ ചോദിച്ചാൽ ഹെൽമെറ്റ് വല്ലതും മേടിക്കണം. പക്ഷേ അതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒന്നും ഞങ്ങൾ മേടിക്കാൻ നിന്നില്ല. ഷൂ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ ചക്രം എന്തോ ചേഞ്ച് ആക്കണം, എന്തോ വേറെന്തോ ഒരു 1-2 സാധനം കൂടി മേടിച്ചു. അത് അവിടെ നിന്ന് തന്നെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് കൊണ്ടുവരികയായിട്ട് ചെയ്ത്. അവന് പഠിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒന്നുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കാത്തമ്മയ്ക്ക് ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പ്. അവൾക്ക് ഇവിടേക്ക് വന്ന് ഞാൻ അപ്പോൾ ബോൾ മേടിക്കണം. അങ്ങനെ മേടിച്ച് അവിടുത്തെ ഒരു 3-4 ബോൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ അങ്ങനെ ആ ഷൂവിൻ്റെ എന്തോ ഞാൻ പറഞ്ഞില്ല റെഡി ആക്കാണ്ടെന്ന്. അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ കാത്തമ്മയ്ക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് വാശി. അങ്ങനെ അവൾ ഈ സൈക്കിളിൽ കയറിയിരുന്നു കേട്ടോ. കുറച്ചേരക്ക് ഇതിങ്ങനെ കാലുകൊണ്ട് ഇത് തുഴഞ്ഞ് പോകേണ്ട സൈക്കിളാണ്. പക്ഷെ ഇത് എനിക്ക് വലിയ കാര്യമുണ്ട് തോന്നണില്ല. കുട്ടികൾ സൈക്കിൾ ചവിട്ടാനുള്ള ഒന്നുമില്ല ഇതിൽ. ഇങ്ങനെ കാലുകൊണ്ട് തുഴഞ്ഞ് പോവാളാണ്. ഇതെന്തിനാണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയൊന്നുമില്ല. ഒരു 2-3 സൈക്കിളും ആൾ അങ്ങോട്ടും മാറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഹെൽമെറ്റ് വേണമെന്നിട്ട് വാശി പിടിക്കുന്നത്. ആളുടെ ഏതൊക്കെ കുട്ടി ഇങ്ങനെ അവിടെ വന്ന് ഞാൻ കുറേ കുട്ടികൾ ഇങ്ങനെ ചുമ്മാ സൈക്കിൾ മേടിക്കേണ്ടി വരുമ്പോൾ ചവിട്ടി നോക്കുമല്ലോ. അപ്പോൾ അവരെ തലയിൽ ഹെൽമെറ്റ് കണ്ടിട്ട് ഇവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ അവൾക്ക് തല പിന്നോക്കം പോവുകയാണ്. വെറുതെ ഓരോരോ വാശി മാത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് കാണുമ്പോൾ അവൾക്ക് അതൊക്കെ ചെയ്ത് നോക്കണം, അതൊക്കെ വെച്ച് നോക്കണം. അയ്യോ എളുപ്പമല്ല പിള്ളേരും കൊണ്ട് എങ്ങടെയും പോവാന്ന് വെച്ചാൽ. അവരൊരു 10 കരച്ചിൽ നമ്മൾ കാണണം. ഈ സൈക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടു. പക്ഷെ നല്ല വിലയും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ കുണുക്കിന് സൈക്കിൾ മേടിക്കാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 10ൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ 10ൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് 10ൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള ഇതൊന്നും തോന്നിയില്ല. ചെറുതാണ്. ഒന്നുകൂടി വലുതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ സൈക്കിൾ മേടിക്കാൻ നിന്നില്ല. പിന്നെ വളരെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ചവിട്ടല്ല ഇങ്ങനെ വെറുതെ കയറി ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത സാധനത്തിന്മേക്കായി. അങ്ങനെ ഞാൻ കുറുമ്പ് കൂടിയപ്പോൾ ഞാൻ മെല്ലെ അവളെ എടുത്തിട്ട് ഞാൻ നേരെ വണ്ടിയിലേക്ക് പോന്നു. അപ്പോൾ അതിൻ്റെ വാശിയിൽ എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ദേഷ്യം വന്ന് അപ്പം എൻ്റെ മുടി പിടിച്ച് വലിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പം എനിക്കെങ്ങനെയാണ് ദേഷ്യം വരും അത് വരുത്തിയതിലാണ് അവൾ മെയിൻ പരിപാടി. അങ്ങനെ അത് ആ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ അവളെ ബനിയനെ കോരിയിട്ട് അവളെ കുപ്പിക്ക് ഇട്ട് കൊടുത്തിട്ട് കുപ്പീനെ ഉറക്കലും പരിപാടികളാട്ടം. ഈ കുപ്പി അവളെ കുട്ടിയാന്ന് പറഞ്ഞിട്ടാണ് അവൾ നടക്കുന്നത്. അതിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, കണ്ണാട വെച്ച് കൊടുക്കുക, ഇതൊക്കെയാണ് അവൾ ഓരോരോ കുരുത്തക്കേട്. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂരദീപം സ്വാമിക്ക്. എന്താ ചെറുക്കന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ നമ്മള് തിരിച്ചെവിടെ എത്തിയേട്ടാ? വീഡിയോ കണ്ട നീ കളിച്ചാ ഞാൻ വീഡിയോ എടുക്കാം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അങ്ങനെ നമ്മൾ വീടെത്തിയത് ഗിഫ്റ്റൊക്കെ ഞാൻ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെ വണ്ടിയിലേക്ക് വെക്കുകയാണ് ചെയ്തത്. കാരണം അവിടെ പൊളിച്ച് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയാലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലെന്താ നോക്കിയപ്പോൾ
മിഠായി ആയിരുന്നു കേട്ടോ, ഗാലക്സിയും അതേപോലെ ഡയറി മിൽക്കിൻ്റെ തന്നെ ഒരു ആർട്ട് വരുന്ന മിഠായില്ലേ, അതാണ്. ഇതൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ശരിക്കും മിഠായി ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇങ്ങനെ ആർട്ട് നടുവിൽ വെച്ചുള്ളൂ. പക്ഷെ ഞാനിതുവരെയ്ക്ക് കഴിച്ചിട്ടുമില്ല, എനിക്കിതാരും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഏട്ടൻ മേടിച്ചിരുന്നത്. അന്നും പ്രേമിക്കുന്ന ടൈമിലൊന്നും എനിക്കിത് മേടിച്ചെന്ന് അന്നും പ്രേമിക്കണില്ല, അല്ല പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ പോലും ഇതൊന്നും എനിക്ക് മേടിച്ച് തന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് ഈ ഡയറി മിൽക്ക് മേടിച്ചിരുന്നത്. പണ്ടും അതിന് ഗിഫ്റ്റായിട്ട് മേടിക്കാൻ ഇഷ്ടം ഡയമണ്ടിൻ്റെ മൂക്കുത്തിയും സ്റ്റെക്കൻ സ്റ്റഡൊക്കെയാണ്. ഇതൊക്കെ മേടിച്ച് തരും. പിന്നെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനോട് പറയും എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ അതൊക്കെ അവ എടുത്ത് സൂക്ഷിച്ച് വെക്കില്ലായിരുന്നു പതിവ്. അന്നും അവന് ഗോൾഡ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രേ ബോട്ടിലുകളാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. എൻ്റെ മുന്നേ ഇതിൻ്റെ വേറെ മോഡലുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സ്പ്രേ ബോട്ടിലാണ്. പിന്നെ ഇത് ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും എനിക്ക് ഫോട്ടോ ഫ്രെയിം എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്താണ്. എനിക്ക് വീട് നിറയെ ഞങ്ങളെ ഫോട്ടോസ് വയ്ക്കാനാണ് ഇഷ്ടം. ഇപ്പം ഇനിയിപ്പോൾ വയ്ക്കാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഫ്രെയിമുകളോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് തന്നെ. പ്രമോഷൻ വരുമ്പോൾ പോലും ഞാൻ എടുക്കാറില്ല, കാരണം ഞാൻ വയ്ക്കാൻ സ്ഥലമില്ല. ആണി അടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മച്ചി ഞാൻ ഓടിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. കുറേ നാൾക്ക് ശേഷം എനിക്കൊരു ഫ്രെയിം കിട്ടുന്നത്, അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ബൊക്കയിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ. ഇത് ഞാനവിടെ മാറ്റി വെച്ചു. ബൊക്കയിലും നമുക്കൊരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ആർട്ടിൻ്റെ തന്നെ. ഇത് രണ്ടും ഞാൻ എപ്പോഴും പൊളിച്ചിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 17-ാം തീയതി ആയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഞാനതൊന്നും പൊളിച്ചിട്ടില്ല. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാനൊന്നും നേരം കിട്ടില്ല, ഒന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പൊളിക്കാൻ. പിന്നെ ഇങ്ങനെ 2 ക്രാബ് ഉണ്ടായിരുന്നു, അതേപോലെ ഇങ്ങനത്തെ 2 സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല കേട്ടോ, ഈ ബൊക്കയിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കില്ല. ഞാൻ വീടെത്തി നോക്കിയപ്പോഴാണ് ഇതെല്ലാം ഞാൻ കണ്ടത്, അവിടെ നിന്ന് ശ്രദ്ധിച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു, കാരണം നമുക്ക് പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണല്ലോ. പിന്നെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ശിവരാത്രിയാണ്. ശിവരാത്രി അന്ന് രാവിലെ തന്നെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് പോയി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. കാരണം എല്ലാം കൊല്ലം ശിവരാത്രി ഞങ്ങൾ അമ്പലത്തിൽ പോകും. അത് ഇവിടെയുള്ള തലക്കോട്ടുകാര അമ്പലത്തേക്ക് തന്നെയാണ് എല്ലാം കൊല്ലം പോകാറ്. പോകാൻ വേണ്ടി ഞാൻ വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നതാ നമ്മൾ കാത്തും എഴുന്നേറ്റുണ്ട്. അപ്പം തന്നെ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചാണ്ട് കൊടുന്നു. കാരണം കുളി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എളുപ്പമല്ല. അതിന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വേഗം പട്ടുപാടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവളെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ റെഡിയാവാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെഡിയാകുമ്പോൾ കുശുമ്പായിരിക്കും. അവളെ അമ്മ എനിക്ക് ഉടുപ്പിട്ടായി എന്നിട്ട് ശല്യം ചെയ്യും. അങ്ങനെ അവളെ റെഡിയാക്കിയതിന് ശേഷം എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും മേക്കപ്പ് എന്ന് വെച്ചാൽ അതെൻ്റെ സന്തോഷമാണ്. എനിക്ക് എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ നല്ലോണം മേക്കപ്പ് ചെയ്ത് കാണുന്നതാണ് ഇഷ്ടം. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് സാരി കൊടുത്തിട്ട് വന്നു. ഏട്ടനും കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ മുമ്പ് അവൻ കയറിയില്ലെങ്കിലും അവന് ഞാൻ ഷർട്ടും മുണ്ടിനായിട്ട് ഇടിക്കാറ്. പിന്നെ അതാ ഞാൻ കുപ്പികളൊക്കെ എടുത്തിടുന്നുണ്ട്. ബ്ലാക്ക് സെറ്റും കൊണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് കുപ്പികളാണ് ഇടുന്നത്. എനിക്ക് കുപ്പികളെന്ന് വെച്ചാൽ ഭ്രാന്താട്ടോ. ഇതിനും കൂടുതൽ കളക്ഷൻസ് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ 3 സ്റ്റാൻഡ് നിറയെ കുപ്പികളാണ്. ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇവിടെ കുപ്പികളെ മേടിച്ച് വയ്ക്കാൻ തുടങ്ങിയിട്ട്. കാരണം മുന്നൊക്കെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചൊക്കെ ആദ്യമേ പിടിച്ച് വലിച്ചു പൊട്ടിക്കും. ഇപ്പോൾ കുറച്ച് ബോധം വെച്ചതിൻ്റെ ശേഷം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുപ്പികളൊക്കെ മേടിച്ച് വെച്ചത്. അങ്ങനെ ഞാൻ കമ്മലെല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മളെ കാത്തുമ്മയ്ക്ക് മുടി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് അമ്മയെ പോലെ കെട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാട്ടം. ഞാൻ പറഞ്ഞു എന്നെ പോലെ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതേപോലെയൊക്കെ ഏകദേശം പിടിച്ച് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. പെൺകുട്ടികളായുള്ള ബുദ്ധിമുട്ട് എന്താ, ആൺകുട്ടികൾക്കാണെങ്കിൽ ട്രൗസർ മുണ്ടാ ഷർട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അവരെ പണി തീരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊട്ട് വേണം, കുറി വേണം, ക്രീം വേണം, മുടി കെട്ടണം, പട്ടുപാട് ഇടണം എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ചെയ്ത് കൊടുത്താലും മതിയാവില്ല. അമ്മയെ പോലെ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ ഇങ്ങനെ കുങ്കുമം ആയിരുന്നോണ്ട് ഇടിയായിക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എനിക്ക് ഇട്ടുകണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു കൂറിയായിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ അവൾക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. ഈ പ്രാവശ്യം സെറ്റ് കൊണ്ട് കുറച്ച് ഞെറിഞ്ഞിട്ടാട്ടോ കൊടുത്തത്. സാധാരണ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഞാൻ വേഗം വന്ന് വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് എടുപ്പോൾ കുറേ കമൻറ്റ്സ് വന്നു ഇടവൻ കൈ കൊണ്ടാണോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ചെറുപ്പം തൊട്ട് ഇടത്തെ കൈയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ വലത്തെ കൈ കൊണ്ട് ചെയ്യണ പോലെയാണ് ഞാൻ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നത്.
അത് പാടില്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ ഒന്നുകൂടി ഓക്കെ. അതുകൊണ്ടാട്ടെ ഞാനതുകൊണ്ട് ചെയ്യുന്നത്. ചെറുപ്പം തൊട്ട് ഇതിന് ഒരുപാട് കുത്തുവാക്കായിട്ട് ഒരാളാണ് ഞാൻ. ഇപ്പോഴും ചിലരിങ്ങനെ ഓരോന്നും പറയണു. ചിലപ്പോൾ വിഷമം തോന്നും കേട്ടോ. നമ്മളൊന്നും ചിന്തിച്ചിട്ടാവുന്നതല്ലല്ലോ, ചെറുപ്പം തൊട്ടേ അങ്ങനെ വരുന്നതല്ലേ. അതിനൊക്കെ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എനിക്കതിപ്പോൾ എത്ര മാറ്റം എന്ന് വെച്ചാലും മാറ്റാൻ പറ്റില്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ കയ്യിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ ഏട്ടൻ മുറിച്ച് എന്നിട്ട് അവൻ നേരെ വണ്ടിയിലേക്ക് പോയി. ഇവ എല്ലാ അമ്പലത്തിലും കയറുമല്ലോ, പിന്നെ എന്താ ഇവിടെ കയറാത്ത ചോദിച്ചു. എല്ലാ അമ്പലത്തിൽ വെച്ച് കയറാൻ പറ്റുന്ന അമ്പലങ്ങൾ കയറും. ഇവിടെ ഒന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ കയറാറില്ല കേട്ടോ. പറ്റുന്ന അമ്പലത്തിൽ മാത്രമേ കയറാറുള്ളൂ. അങ്ങനെ അപ്പളേക്ക് അച്ഛനമ്മയൊക്കെ എത്തി നമ്മൾ വേഗം പോയി അമ്പലത്തിൽ തൊഴുതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതിൻ്റെ ശേഷം അവിടെ മോര് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് മേടിച്ച് ഞങ്ങൾ കുടിച്ചു. പിന്നെ അതേപോലെ നമുക്ക് അവിടുന്ന് ചോറ് കിട്ടി. ഇവിടെ ഇതേപോലെ എല്ലാം കൊല്ലം ശിവരാത്രി നിന്ന് പ്രസാദം ഉണ്ട്, പക്ഷേ നമുക്ക് ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ സബ്സ്ക്രൈബ് ചേച്ചിനെ കണ്ടപ്പോൾ ആ ചേച്ചി അടുത്ത് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കടന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഏട്ടനുള്ള പായസം കൊണ്ടാണ് വന്നത്. താങ്ക് യു. എനിക്കാണെങ്കിൽ അവല്ലാതെ എവിടെയും ഫുഡ് കഴിച്ചിട്ട് ഒരു സമാധാനം കിട്ടില്ല. പിന്നെ പ്രസാദമാകുമ്പോൾ നമ്മൾ കഴിക്കാതിരുന്നു ശരിയല്ലല്ലോ. കഴിച്ച് ഞാൻ എന്തെങ്കിലും പങ്ക് ഞാൻ അവനെ വന്ന് കൊണ്ടു കൊടുക്കട്ടെ, എന്നാലാണ് എനിക്ക് സമാധാനം ഉണ്ടാകുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ട് തൃശ്ശൂർക്കാണ്. കാരണം ഞങ്ങൾ കാറ് സർവീസിന് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറ് സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയപ്പം മുതുവറ എത്തുന്നോട് അവിടുത്തെ പൂരായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ടുപോയിട്ട് നല്ല കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചേരം നമ്മളവിടെ പോസ്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ് കീയിൽ കൊണ്ടിട്ടതിൻ്റെ ശേഷം അപ്പോഴേക്കും നമ്മൾ അച്ഛനമ്മയും വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞനും കുണുക്കനും അച്ചും കാത്തും കൂടിയിട്ട് ഗുരുവായൂർക്ക് തൊഴാൻ വേണ്ടി പോയി. പിന്നെ നമ്മൾ കാറിട്ടിട്ട് വരുന്ന ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മ കുണുക്കന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോൾ അമ്മ കുണുക്കനെ എടുക്കണതിൻ്റെ ഒപ്പം ഞാനും കുണുക്കനൊരെണ്ണം കുണുക്കിക്കൊന്ന് കാത്തുനൊന്ന് അങ്ങനെ 3 ജോഡി ഡ്രസ്സ് എടുത്തു. അതിപ്പോൾ ഞാനെന്നല്ല കേട്ടോ, അമ്മ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ 3 ആൾക്ക് ഒരേപോലെ തന്നെയാണ് മേടിക്കുക. ഞാൻ മേടിക്കുമ്പോൾ അങ്ങനെ തന്നെയാട്ടോ മേടിക്കുക. അങ്ങനെ പിന്നെ വീടെല്ലാം എത്തിയതിൻ്റെ ശേഷം നമ്മൾ രാത്രി നമ്മളെ കുടുങ്ങിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് സാരിയും ഏട്ടൻ ബ്ലാക്ക് ഷർട്ടൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാത്തുമ്മ വീട്ടിലാണ്, അവൾ ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഡ്രസ്സെല്ലാം മാറി നിൽക്കുമ്പോഴേക്കും കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ വണ്ടിയില്ലല്ലോ. അച്ഛനും അമ്മയും അച്ചുട്ടനും റിജുമായിട്ട് ഒരു കാറിൽ പോയി. പിന്നെ കുഞ്ഞനും അച്ഛനും ഞങ്ങളായിട്ട് വേറെ കാറിൽ പോവാട്ടോ ചെയ്ത്, അവരെ കാറിൽ പോവുകയാണ് ചെയ്തത്. പോണ വഴിയിൽ അമ്മ വിളിച്ച് പറഞ്ഞ് നെക്സ്റ്റോന്നൊരു കേക്ക് മേടിക്കുക വെച്ചിട്ട് ഞാനും ഏട്ടൻ കൂടിയിട്ട് കുണുക്കനുള്ള കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഫുള്ളും ആർട്ടിൻ്റെ കേക്ക് മാത്രം. പിന്നെ എൻ്റെ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മേടിച്ചു. അങ്ങനെ ഒരു കുപ്പി വെള്ളം മേടിച്ചു. എനിക്ക് തല കറിയുമ്പോൾ അതാണ് ഭയങ്കര തണുപ്പിക്കുക, വെള്ളം ഇങ്ങോട്ട് അറക്കാൻ പോലും പറ്റിയിരുന്നില്ല, അത്രയും തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ പേര് എഴുതാൻ വേണ്ടി കൊടുത്തേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ കുണുക്കെന്ന് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി കിട്ടാണ്ട് കുറച്ചധികം ടൈം എടുത്തു. അപ്പോൾ നമ്മളവിടെ പോസ്റ്റായി നിന്നിട്ടു. കാരണം നല്ല തിരക്കാണ്, മുടക്ക് ദിവസമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ബില്ലടിച്ച് വരുമ്പോൾ കുഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാത്തുമ്മ വിശന്നിട്ട് കഴിയുന്നുണ്ട്, ഭയങ്കര കരച്ചിലെന്നുണ്ടാവും. അങ്ങനെ അവൾക്കുള്ള ഒരു കൊള്ളി വറുത്തതിൻ്റെ പാക്കറ്റും കപ്പലാണ്ടിയും മേടിച്ച് നമ്മൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഹൈലൈറ്റ് മാളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ എന്നെ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൽ എത്തിയപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോരുന്നതാണ്. ഞങ്ങൾ കേക്കും കാത്തൂനും പിന്നെ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങളിലായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നേരെ മേളിലേക്ക് പോവുക കേട്ടോ. പച്ചു ഫ്രണ്ടിൽ വീഡിയോ എടുത്ത് പോകുന്നുണ്ട്, ബാക്കിൽ ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഫാമിലിയിൽ വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നത് ഫ്രണ്ടിനും ബാക്കിലൊക്കെ വീഡിയോസാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുക കേട്ടോ. അവിടെ ചെപ്പോൾ അമ്മയൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കും. ഇപ്പോഴേ ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ടൈം കളഞ്ഞ് ശരിയാവില്ല. കാരണം പിറ്റേ ദിവസം തിങ്കളാഴ്ചയായിരുന്നു, പിള്ളേർക്കൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരം വഴിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ടിയിലും പരിപാടിയിലേക്ക് കടന്നു. കേക്ക് മുറിക്കുമ്പോൾ നമ്മളെ കാത്തുമ്മ ഫസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. കാരണം അവൾക്ക് കേക്ക് മുറിക്കാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളും കുണിക്കുമോളും അമ്മയും അങ്ങനെ എല്ലാവരും കൈ മുറിച്ച്
കേക്കൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിയുടെ ചേരും കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അവളെ സന്തോഷം കണ്ട. അപ്പോൾ ആദ്യം അമ്മ കാത്തുമ്മയ്ക്കാണ് വാല വെച്ച് കൊടുത്തത്. പിന്നെ അമ്മയും മോനും അങ്ങോട്ട് വാല വെച്ച് കൊടുക്കുന്നുണ്ട്, അച്ഛന് വാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബേബിക്കൊക്കെ വാല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വ്ളോഗിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സിലേക്ക് ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. പക്ഷേ എൻ്റെ ഫുള്ളും ഷോർട്സിൻ്റെ പീസുകളാണ്. വ്ളോഗിനായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ശബ്ദം മാറിയ പോലെ തോന്നുന്നുണ്ടാവും, കാരണം എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കണമെങ്കിൽ ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അത് എല്ലാവരും അങ്ങോട്ട് മുഖത്ത് കേക്കൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ കുണുക്കാൻ തുടങ്ങിയ പണിയാണ്, പക്ഷേ കിട്ടിയ പണി മൊത്തം കുണുക്കനായിരുന്നു. കുണുക്കനാണ് എല്ലാവരും ക്രീമൊക്കെ തേച്ച് കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണതിൽ കിടക്കാം. ആദ്യം അച്ഛനാട്ടോ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇതിൽ അവന് ഇഷ്ടപ്പെട്ടൊരു കാറോ അങ്ങനെ എന്തോ ഒരു തരം വണ്ടിയാട്ടോ. ഇത് എന്താ വണ്ടിയെന്നൊന്നും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്, അവന് വണ്ടി മതി എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു കാർ മേടിച്ചു കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൊളിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയിരിക്കും. കാരണം അവൻ ഈ സ്കേറ്റിങ്ങിനൊക്കെ ഇറങ്ങി അവൻ്റെ ഡാൻസ് കണ്ടപ്പോഴാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. അന്ന് ഡാൻസ് പരിപാടിക്ക് പോയിട്ട് അവൻ ഇതിട്ടിട്ടുള്ള ഡാൻസ് കണ്ടപ്പോഴാണ് അവൻ ഇത് നന്നായി ചെയ്യുന്നത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് അതിനും നല്ലൊരു ഷൂ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായിരിക്കും പഠിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തൊരു ഷൂ ആയിരുന്നു. അപ്പം അതിനും നല്ലൊരു ഷൂ മേടിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷൂ ആട്ടെ ഞങ്ങൾ അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും സന്തോഷമായത്. കാരണം അന്ന് അവിടെ പരിപാടിയിൽ ഏതൊരു കുട്ടിയുടെ കാലം മാത്രം നല്ല ഷൂ ഉണ്ടായിരുന്നു അത്രേ. അപ്പം അമ്മ വന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, ആ കുട്ടിയുടെ വീട്ടിൽ നല്ല കാശുള്ളവരാ തോന്നുന്നു, ആ കുട്ടിക്ക് നല്ല ഭംഗിയുള്ള ഷൂ ആണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി. നമ്മളെ മക്കൾക്ക് നമുക്ക് പറ്റുന്ന പോലെ എല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ. അതിപ്പോൾ കാത്തൂനാണേലും കുണുക്കനാണേലും കുണുക്കിക്കാണേലും ഞങ്ങളോട് പറ്റുന്ന പോലെ ഞങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് അച്ഛനും കുഞ്ഞിനും കൊടുത്തതും അവന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ തന്നെയാണ്. അവൻ 2 കാറാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു കാർ അമ്മ മേടിച്ചു കൊടുത്തു, ഒരു കാറ് കുഞ്ഞൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാറില്ല കേട്ടോ, ഇതെന്തോ ബൈക്കുകളും പിന്നെന്താ അതിൻ്റെ തോക്ക് എന്തൊക്കെയാട്ടോ കുഞ്ഞ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രജോച്ചേട്ടൻ്റെ ഗിഫ്റ്റും കൊടുത്തു. രജോനെ തീരെ വയ്യരാൻ എന്തോ എവിടെ പുറത്തായിട്ട് ഉളുക്ക് പറ്റിയിട്ട് നിൽക്കാനും നടക്കാനൊന്നും വയ്യാത്ത അവസ്ഥയിലാണ്. പിന്നെ ഞാൻ പിള്ളേർക്ക് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓരോന്നായിട്ട് ഞാൻ അവർക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ക്ലിയർ എടുക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ കുഞ്ഞിനച്ചും കാത്തൂനും കുണുക്കിക്കും ഒരു പാവക്കുട്ടീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും അവർ കൊടുത്തു. കുണുക്കിന് മാത്രമല്ല കോളടിച്ചത്, അവർക്കും കോളടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല. നമ്മൾ നേരെ തൃശ്ശൂരിലുള്ള കയ്യിലോ അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോന്നു. അവിടുത്തെ ബിരിയാണി മുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു അറിവില്ല അങ്ങോട്ട് പോകുന്നതാണ്. അവിടെ വന്നപ്പോൾ നമ്മളെ കാത്തുമ്പോൾ കുറുമ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പെൺകുട്ടിക്കാണെങ്കിൽ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും അതിന് കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ അത് ഏട്ടൻ എന്താ പറയുമ്പോൾ ഏട്ടനെ ഞാനും റിജ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് നിന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും പറയുന്നത് നേരെ തളർത്ത് ഞാനും അവനിപ്പുറത്തും അപ്പുറത്തായി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കളിയാക്കി അങ്ങോട്ടും കളിയാക്കി വർത്തനം പറഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ കുണുക്ക് അപ്പുറത്തുണ്ട്, കുഞ്ഞിനും അച്ഛൻ്റെ അമ്മയുടെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊരാളിരുന്ന് വർത്തനം പറയാനതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റ് കിട്ടിയപ്പോൾ നമ്മൾക്ക് ആദ്യം വേഗം കൂടി ഇരുന്നു, അവൾക്ക് ആദ്യം ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുണിക്ക് എന്താണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ കാത്തുമാടി ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണി എത്തിയപ്പോൾ കുണിക്കും കാത്തുനും ബിരിയാണി കൊടുത്തു. പിന്നെ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 തരം അൽഫാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കണ്ടാൽ നമ്മളധികം വീഡിയോസ് എടുക്കാൻ നിൽക്കില്ല, നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വീഡിയോ എടുത്തിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എടുക്കുന്ന കാരണം ഞാൻ നല്ല കുട്ടിയെ വീഡിയോ എടുക്കുന്നതാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ വില മൂലയിലൊക്കെ എടുത്ത് വയ്ക്കും. അതാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, നമുക്ക് വീഡിയോ എടുക്കേണ്ട കഷ്ടപ്പാടും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിരിക്കണം, നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ.